majesty, who cover yourself with light as with a garment, who stretch out the heavens like a curtain. Hallelujah. Hallelujah. He lays the beams of his upper chambers in the waters, who makes the clouds his chariot, who walks on the wings of the wind, who makes his angels spirits. His ministers a flame of fire. Let's sing together. Hallelujah. We praise you, Father. Hallelujah. 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 ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ പ്രേയിങ് കേരള എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി. We welcome everyone who is joining us from different parts of the world. Let's all lift our holy hands to the Lord and lift the name Jesus. Oh Lord my God, you are very great. Hallelujah. Let's sing aloud. Hallelujah. And we praise. Hallelujah. Oh Lord my God, you are very great. Hallelujah. My Jesus, you are very great. And we sing praises to your name. He lays the beams of his upper chambers in the water, who makes the clouds his chariot, who walks on the wings of the wind. Yes. Hallelujah. മതിമറന്ന യേശുവിന്റെ സന്നിധിയിൽ സംഗീതദൂതന്മാരോട് ചേർന്ന് യേശുവിനെ ആരാധിക്കുന്ന സംഘം ജനങ്ങളുടെ കൂടെ യേശുവേ നൂറ്റിനാലാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 104 1 മുതൽ 5 വരെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തന്റെ മാളികളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൽ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതിരൊക്കെയും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. You who laid the foundations of the earth so that it should not be moved. Psalms 104 verses from 1 through 5. Let me read. O Lord my God, you are very great. You are clothed with honor and majesty, who cover yourself with light as with a garment, who stretch out the heavens like a curtain. He lays the beams of his upper chambers in the waters, who makes the clouds his chariot, who walks on the wings of the wind, who makes his angels spirits,
His ministers a flame of fire. You who laid the foundations of the earth so that it should not be moved forever. ഒന്നാമത്തെ വാക്യം ഒരിക്കൽ കൂടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ. എന്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവനാകയാൽ ഞാൻ എന്നോട് തന്നെ പറയുക, എൻ മനമേ ഈ ദൈവത്തെ വാഴ്ത്തുക. രണ്ട് കരവും മാറോട് വെച്ച് ഈ പകൽ നമുക്ക് നമ്മളോട് പറയാം, നാം ആരാധിക്കുന്ന ദൈവം സകലത്തിലും വലിയവനാകയാൽ, സൃഷ്ടിതാവാം കർത്താവാകയാൽ നമ്മളോട് തന്നെ പറയാ, എൻ മനമേ രാവിലെ ഉറക്കമൊക്കെ ഒന്ന് വിട്ട് ഒന്നുണർന്ന് ശബ്ദമൊന്ന് തുറന്ന് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി ദേഹം ദേഹി ആത്മാവ് സമ്പൂർണമായി യേശുവിന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഉറക്കെ പാസ്റ്റർ എന്തുകൊണ്ടാണ് താഴേക്ക് അവിടെ എഴുതിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? Who covers yourself with light as with garment. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ വസ്ത്രം ധരിക്കുന്നത് പോലെ ധരിക്കുന്ന ഒരു ദൈവം. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. തിരശ്ശീല പോലെ ആകാശത്തെ സൃഷ്ടിതാവാം ദൈവത്തിന് നാം വെറുതെ ഒരു തുണി എടുത്ത് വിരിക്കുന്നത് പോലെയാ ആകാശത്ത് വിരിക്കുന്നത്. ഇത്ര ഭയങ്കരനായ ദൈവം, ഇത്ര ഭയങ്കരനായ കർത്താവ്. രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ അല്പസമയം ആരാധനയിൽ രണ്ട് കരങ്ങളും ഉയർത്തി ഈ ഭയങ്കരനായ ദൈവത്തെ, ഈ വലിയവനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ. ഓ ഹല്ലേലൂയ. അടുത്ത വാക്യം, he lays the beams of his upper chambers in the waters, who makes the clouds his chariot, who walks on the wings of the wind. മൂന്നാമത്തെ വാക്യം, അവൻ തന്റെ മാളികളുടെ തുലാങ്ങളെ വെള്ളത്തിന് മേൽ നിരത്തുന്നു. മാളികയുടെ തുലാങ്ങളെ വെള്ളത്തിന്റെ മീതെ നിരത്തുന്ന ദൈവം. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൽ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. മഴയുടെയും കൊടുങ്കാറ്റിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും പേമാരിയുടെയും ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഇത് നമുക്ക് കാണാൻ കഴിയുന്നു. We see everywhere waters and tides and heavy torrential rains all over the globe. എല്ലായിടത്തും ധാരാളമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, അതിഭയങ്കരമായ കാറ്റ് ശക്തമായി അടിക്കുന്നു, ആളുകളുടെ ജീവൻ അപകടത്തിലാകുന്നു, മരങ്ങൾ കടപുഴകി വീഴുന്നു. പക്ഷെ അവിടെ 5 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം എങ്ങനെയാണ് വെള്ളത്തെ നിയന്ത്രിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. 5-ാമത്തെ വാക്യം, അവൻ ഭൂമിയെ അതിലൊക്കെയും ഇളകി പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അടുത്തത്, നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴുകൊണ്ട് മൂടി, വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ട് മലകൾ പൊങ്ങി, താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാതെ ഒരു അതിറിട്ടു. You have set a boundary that they may not pass over. Verse number 9. You have set a boundary. Amen. ഞാൻ മക്കളുമായിട്ട് ആലപ്പുഴ ബീച്ചിൽ അവധി സമയത്ത് പോയി. പാസ്റ്റർസിനും അവിടെ കണ്ടൊരു കാര്യം, തിരമാല കാണാനാണ് പോകുന്നത്, നമുക്ക് സന്തോഷമാണല്ലോ. പക്ഷെ ഞാൻ കുറച്ച് മണൽ കയ്യിലെടുത്തിട്ട് അതിനകത്തുനിന്ന് 2 തരികളെ ഞാനൊന്ന് പ്രത്യേകാൽ എടുത്തു. എന്നിട്ട് എൻ്റെ ഈ 2 വിരലിലെ പൂർണ്ണ ബലം ഉപയോഗിച്ച് ഞാൻ ഇതിനെ 2നെയും കൂടെ ഒന്ന് ഒട്ടിക്കാൻ നോക്കിയിട്ട് അന്നും ശ്രമിച്ചിട്ടില്ല, ഇന്നും നടക്കുകയില്ല. ഒരു തരത്തിലും ചേരാത്ത 2 വസ്തുക്കളാ. എന്താ? മണല്. എൻ്റെ സഹോദരങ്ങളെ, 2 മണൽ തരികളെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ യു നീഡ് സം കൈൻഡ് ഓഫ് ഗ്ലൂ. എന്തെങ്കിലും ഒരു പശ വേണം, ഒന്നെങ്കിൽ സിമെന്റോ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ നമുക്ക് മണലിനെ ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ചേരാത്ത മണലിനെ ഉപയോഗിച്ച് സമുദ്രത്തിന് അതിരിട്ട ഒരു ദൈവത്തെ ഈ പകൽ താങ്കളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളോ ഹല്ലേലൂയ ഹോസന്ന.
Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, You have set a boundary. I hear the Lord speaking this morning. ജീവിതത്തിൽ എത്ര കൊല്ലങ്ങളായി, മുൻ തലമുറകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേമാരിയും കൊടുങ്കാറ്റും ഒരു കാല് വലിച്ചു വെക്കുമ്പോൾ അടുത്ത കാല് താഴ്ന്നു പോകുന്ന ഒരവസ്ഥ, എത്ര ജോലി ചെയ്തുണ്ടാക്കിയാലും ഓട്ടസഞ്ചിയിൽ പണമിടുന്നത് പോലെ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലൂടെ താങ്കൾ വർഷങ്ങളായി കടന്നു പോകുന്നു. എങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ജീവിതത്തോട് പറയട്ടെ, there is somebody who can put a boundary. അതിനൊരു അതിരിടുവാൻ ഒരുവനുണ്ട്. അവൻ പാതാളത്തെ ജയിച്ചവനാ. അതുകൊണ്ടാണ് ഞങ്ങൾ പാടുന്നത് ഞങ്ങളോട് ചേർന്ന്, മരണത്തെയും പാതാളത്തെയും ജയിച്ച അത്ഭുതങ്ങളുടെ കർത്താവ്. ഞാൻ ഈ പറയുന്ന വാക്ക് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വചനഭാഗം, കൊടുങ്കാറ്റുകൾ, ആഴമേറിയ തേച്ചുളകൾ ഒന്നിനു മാറി ഒന്നായി പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നിവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ഒന്നിങ്ങനെയാണ്. മിസ്റ്റർ മിഥുൻ, 31 വയസ്സുണ്ട്, സമാധാനം എന്തെന്ന് അറിയില്ല, ഉറക്ക ഗുളിക കഴിച്ചാണ് ദിവസവും കിടന്നുറങ്ങുന്നത്, ജീവിക്കണമെന്നൊരു താല്പര്യവുമില്ല, എന്നെങ്കിലും ഒരു നല്ല ഭാവി ഉണ്ടാകുമോ? സമാധാനം എന്തെന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ആ മാന്യ യുവാവിന്റെ ടെലിഫോൺ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വിളിക്കുന്ന എല്ലാവരുടെയും വ്യക്തിത്വങ്ങൾ, അവരുടെ ഐഡന്റിറ്റി, അവരുടെ നമ്പർ ഞങ്ങൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാ മൊബൈൽ ഫോണുകൾ വിശേഷ ഉപയോഗിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കൂ. ആ മിഥുനോട് ഇങ്ങനെ പറയട്ടെ, there is somebody who can put a boundary. നിനക്ക് വേണ്ടി ഒരു ബൗണ്ടറി ഇടാൻ ഒരുവനുണ്ട്. അവൻ്റെ നാമം യേശു. ലോഡ് കണക്കിന് സിമന്റ് വന്നിട്ട് ബൗണ്ടറികൾ കെട്ടിപ്പടുക്കാനാണ് ഞാനും നീയും ചിന്തിക്കുന്നത്. ആർക്കിടെക്ട്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് ദ ടീം വന്നിട്ട് കെട്ടിപ്പടുക്കേണ്ടത് മുഴുവൻ കെട്ടി ഉയർത്തേണ്ടതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരിക്കലും പ്രകൃതിയാൽ ചേരാത്ത, സ്വഭാവം കൊണ്ട് ചേരാത്ത മണലിനെ പോലും ഉപയോഗിച്ച് എനിക്കും നിനക്കും വിരോധമായി അടിച്ചുയരുന്ന സകല തിരമാലകളും അവിടെ വരെ മതി എന്ന് പറഞ്ഞ് ഒരു അതിർവരം വിടുവാൻ കഴിയുന്ന ഒരു ഉന്നതനായ യേശു, ഇവനെ പോലെ വേറെ ഒരാളില്ല. ഞാൻ എന്തുകൊണ്ട് ഹല്ലേലൂയ അവന് പാടുന്നു? സ്വർണ്ണ നിർമ്മിതമായ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്നത് കൊണ്ടല്ല ഞാൻ എൻ്റെ കർത്താവിന് ഹല്ലേലൂയ പാടുന്നത്. കാറ്റടിച്ച് വീണുപോകുന്ന ഒരു ഇലയെടുത്ത് നോക്കിയാൽ എൻ്റെ സൃഷ്ടിതാവിൻ്റെ മഹത്വത്തെ അതിൽ ദർശിപ്പാൻ കഴിയുന്നു. കാറ്റടിച്ച് ആടിയുലയുന്ന വയലിലെ ഒരു സസ്യത്തെ, ഒരു പൂവിനെ എടുത്തു നോക്കുമ്പോൾ, ദൈവം സൃഷ്ടിച്ച ഏതിനെയും നോക്കുമ്പോൾ, anything that is being created by God, you see the uniqueness of my creator. എൻ്റെ സൃഷ്ടിതാവിൻ്റെ അതുല്യത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ആ സൃഷ്ടിതാവാം യേശു ഇന്ന് പകൽ താങ്കൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത്. The Lord is ready for you. യേശു താങ്കൾക്ക് വേണ്ടി തയ്യാറാണ്. Question, are we ready? മിഥുന്റെ അനുഭവം, ജന്മനാ പിതാവ് മരിച്ചു, 31 വയസ്സ്, സമാധാനം എന്തെന്നറിയില്ല, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല ഭാവി ഉണ്ടാകുമോ? ഉറക്ക ഗുളിക കഴിച്ചാണ് ഉറങ്ങുന്നത്, ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല. മിഥുൻ അത് ഹൃദയം തുറന്ന് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു, മറ്റാരോടും പറയാതെ. ഉയർത്തിക്കെട്ടിരിക്കുന്ന 4 ഭിത്തിക്കകത്ത്, ജനലിൽ പിടിച്ചു തൂങ്ങി നിന്ന് ബാത്റൂമിനകത്ത് ഓടി നടക്കുമ്പോൾ, ഒറ്റയ്ക്ക് കറിക്കരിയുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ബസ്സിൽ തൂങ്ങി യാത്ര ചെയ്യുമ്പോൾ,
താങ്കളോട് തന്നെ താങ്കളുടേതായ ഒരു ലോകത്തിൽ വിളിച്ചു പറയുന്ന വ്യക്തിയാണോ എന്ന് പകൽ ദൈവവചനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഉറപ്പായി വിളിച്ചു പറയട്ടെ. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് താങ്കളെ കരം പിടിച്ചുയർത്തുവാൻ ഞാൻ വിശ്വസിക്കുന്ന, എന്നെ രക്ഷിച്ച, സകലത്തെയും സൃഷ്ടിച്ച എന്റെ യേശുവിന് കഴിയാൻ. എന്റെ യേശുവെ പോലും വേറൊരുവനില്ല. ഒന്നാമത്തെ വാക്യം സാംസ് 104, 104 സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം, ഓ ലോർഡ് മൈ ഗാഡ്, യു ആർ വെരി ഗ്രേറ്റ്. എന്റെ ദൈവവും എന്റെ രാജാവും എന്റെ കർത്താവുമായുള്ളവേ, നീ വലിയവനായ ദൈവം. രണ്ട് കരവും ഉയർത്തി എന്നോട് ചേർന്ന് അഥവാ യേശുവിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും രണ്ട് കരവും ഉയർത്തി ഉറക്കെ ഒന്ന് വിളിച്ചു പറ, എന്റെ യേശുവേ, അവിടുന്ന് വലിയവനായ ദൈവമാണ്. പല പ്രാവശ്യം ചികിത്സിച്ചു, ഒരു മാറ്റവുമില്ല. ഒരു ബൗണ്ടറി, ആ ബൗണ്ടറി എന്ന് പറയുന്നത് തികഞ്ഞ സൗഖ്യമാണ്. Yes, God wants to take you to higher levels. താങ്കളെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുന്നു. If you desire, Jesus is there to help you. താങ്കൾ അത് ആഗ്രഹിക്കുന്നെങ്കിൽ ഉറക്ക ഗുളികയല്ല, മരണമല്ല, മിഥുനെ പോലെ വിലപിക്കുന്ന 10,000-കണക്കിന് യൗവനക്കാരോട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, ഒരു ഭാവി എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് യേശുവാണ് യഥാർത്ഥ ഭാവി. Jesus himself is the real future for me and for you. ഞാൻ ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയിട്ട്, യേശുവേ, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ശുശ്രൂഷയിലൂടെ അവിടുന്ന് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. And it's for me, Lord, I am hearing your voice in my life. എൻ്റെ ജീവിതത്തിൽ കർത്താവേ, എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ശബ്ദം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ ഇനിയും അവിടെയും ഇവിടെയും വാതിലുകൾ മുട്ടുവാൻ തുറക്കുവാൻ പോകുന്നില്ല. യേശുവേ, ആ അടിച്ചുയരുന്ന സമുദ്രത്തിനു പോലും മണലുകൊണ്ട് അതിരിടുന്ന എൻ്റെ വലിയവനായ ദൈവമേ, അത് അവിടുന്ന് കഴിയുന്ന ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങേക്ക് എത്ര വേഗം പരിഹരിക്കുവാൻ കഴിയും. ഞാനത് തിരിച്ചറിയുന്ന കർത്താവേ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ അവിടുന്ന് എൻ്റെ മേൽ വയ്ക്കണമേ, എൻ്റെ കുടുംബത്തിന് മേൽ വയ്ക്കണമേ, എൻ്റെ തലമുറയുടെ മേൽ വയ്ക്കണമേ, എൻ്റെ ചാരത്തുള്ള വിഷയത്തിന് മേൽ വയ്ക്കണമേ, എൻ്റെ ദൂരെയുള്ള വിഷയത്തിന് മേൽ വയ്ക്കണമേ. Lord, I realize that you are a great God. And you are able to set a boundary around me and for me, Lord. എനിക്ക് ചുറ്റുമായിട്ട് എനിക്ക് വേണ്ടി അതിർവരമ്പുകളെ ഇടുവാൻ അവിടുന്ന് കഴിവുള്ള ദൈവമാണെന്ന് ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു. And I confess it with my mouth, believing in you, Jesus, that you are omnipotent. അവിടുന്ന് സർവശക്തനാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഞാനത് ഏറ്റുപറയുന്നു. Here I am, O Lord. യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഇപ്പോൾ ദൈവവചനം തരുന്ന വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഈ പകൽ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ദൈവവചനത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിരോധമായി അലഞ്ഞ് ഉലയുന്ന രീതിയിൽ അടിച്ചുയരുന്ന സകല സമുദ്രമായ അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു. ആ രോഗം സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് അവിടുന്ന് വിട്ടുമാറട്ടെ, കെടുതികൾ മാറട്ടെ, ഉറക്കമില്ലായ്മ മാറട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. സമ്പൂർണ്ണ സൗഖ്യം, വിമോചനം ഉണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിന് ശത്രുവിനിട്ട് പന്താടാനുള്ള ജീവിതമല്ല നമ്മുടെ ജീവിതം. അതിന്റെ മുമ്പിൽ നടുവിലേക്ക് ഇറങ്ങി വന്ന് അതിർവരം വിട്ട് നമ്മെ ഉയർത്തുവാൻ ഈ യേശു വിശ്വസ്തനാകയാൽ രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ. Come on, Renu.
പക്ഷേ നമ്മുടെ കർത്താവ് നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുന്നവനായ യേശു. ആ ഒരു സാക്ഷ്യമാണ് സുജ എന്ന് പറയുന്ന ആന്റി കാഞ്ഞിരമറ്റത്തു നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. കാഞ്ഞിരമറ്റത്തു നിന്ന് സുജ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മക്കൾ സുജിത്ത് സുജിത രണ്ടുപേരും ട്വിൻസ് ആണ്. ഒരു 10ാം ക്ലാസ് പാസ്സായി നിൽക്കുന്ന സമയത്താണ് അവർ ആഗ്രഹിച്ചത് രണ്ടുപേർക്കും +1 ഒരേ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കണം. ഒരേ സ്കൂളിൽ അഡ്മിഷൻ തൊട്ടടുത്ത സ്കൂളിൽ തന്നെ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ആന്റി എന്ത് ചെയ്തു? നമ്മുടെ പ്രേയിങ് കേരളയിൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ആ പ്രെയർ റൂമിലേക്ക് അവരുടെ പേര് വിളിച്ച് പ്രാർത്ഥനയ്ക്കായി രജിസ്റ്റർ ചെയ്തു. കർത്താവ് നല്ല ആഗ്രഹത്തെ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. താങ്കളുടെ മക്കൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ 7 മണിക്ക് ശേഷം നിരന്തര പ്രാർത്ഥനാ പോരാളികൾ താങ്കളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ ഫോമിൽ അത് രജിസ്റ്റർ ചെയ്യുക, തികച്ചും സൗജന്യം. എന്നിട്ട് ബാക്കി അവരാഗ്രഹിച്ച സ്കൂളിൽ തന്നെ അവർക്ക് അഡ്മിഷൻ ലഭിക്കും. രണ്ടുപേർക്കും ഒരേ സ്കൂളിൽ തന്നെ. ബൈബിൾ പറയുന്നു, നീയല്ലോ യഹോവേ. ആമേൻ. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന ട്വിൻസായ കുഞ്ഞുങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരേപോലുള്ള വസ്ത്രം, നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇതൊരാണും പെണ്ണുമായി പോയി. അല്ലെങ്കിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒരേ രീതിയിലുള്ള വസ്ത്രം, ഒരേ രീതിയിലുള്ള ജീവിത ശൈലികൾ. അപ്പൊ അവർക്ക് എപ്പോഴും അവരുടെ ഇഷ്ടമാണ്, പേരൻസിന്റെ ഇഷ്ടമാണ് ഒരു സ്കൂളിൽ പഠിക്കുക, ഒരേ ഗ്രൂപ്പ് ലഭിക്കുക. ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവം. താങ്കൾ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്ന, ഇന്നലെ വൈകിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ടെലിഫോണിൽ അതെൻ്റെ ടേബിളിൽ ആ പ്രയർ റിക്വസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. എറണാകുളത്ത് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്ന് 3 മണിക്ക് ഒരു മകൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അവൾ ആഗ്രഹിക്കുന്ന ഗ്രൂപ്പ് ലഭിക്കേണ്ടതിന്, ആ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കേണ്ടതിന് വേണ്ടി വിശിഷ്യ പ്രാർത്ഥിക്കണമെന്ന് ആ പ്രിയ മാതാവും ആ മകളും ഇന്നലെ ടെലിഫോണിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാർത്ഥിനികളുടെ മക്കളുടെ അഡ്മിഷന്റെ കാര്യത്തിൽ ധാരാളം മാതാപിതാക്കൾ വിഷമിക്കുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ പകൽ നിന്റെ മക്കൾ ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഉപരിയായും നല്ല നിലകളിൽ, നല്ല കോളേജുകളിൽ, വളരെ സൗകര്യപ്രദമായ നിലയിൽ ഓരോ വിദ്യാർത്ഥിക്കും അഡ്മിഷൻസ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഒരു ജീവിതത്തിന്റെ പോലും ഭാവി വഴി അടഞ്ഞു പോകുവാൻ ഇടയാകരുത്. യേശുവേ, ഇപ്പോൾ തന്നെ അവിടെ അവർക്കായി പ്രവർത്തിക്കും. അത്ഭുതകരമായ നന്മ കൊണ്ട് നിറയ്ക്കും. കർത്താവേ, മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് സാമ്പത്തികമായ ഞെരുക്കം നിമിത്തം വിഷമിക്കുന്ന, വിലപിക്കുന്ന ധാരാളം മാതാപിതാക്കൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴി ഇപ്പോൾ അവിടുന്ന് അവർക്കായി തുറന്നു കൊടുക്കുക. യേശുവിൻ നാമത്തിൽ പിതാവേ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറയണം. ഒരു കൂട്ടം ദൈവത്തിൻ്റെ മക്കൾ ലോകരാജ്യങ്ങളിൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനാൽ സകലതും സാധ്യം. രശ്മി തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് അവരൊരു സ്ഥലം വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്. ഇന്നലെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. ഹല്ലേലൂയ. യേശു എത്ര നല്ലവനാണ്. റിനു, എനിക്ക് തോന്നുന്നു ഇന്നലെ വന്ന കത്തുകളിൽ 3-4 എണ്ണം സ്ഥലം സംബന്ധിക്കുന്ന വിഷയങ്ങളാണ്. കോടതിയിലുള്ള കേസ്, അതിർതർക്കങ്ങൾ, ഒത്തിരി നാളുകളായി മറ്റുള്ളവർ പ്രയാസപ്പെടുത്തുക. മനുഷ്യൻ എന്തിനാ വെറുതെ ഈ അസൂയ വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. അസൂയ നമ്മൾ എത്ര വെച്ചുകൊണ്ടിരുന്നാലും വേറൊരാൾക്ക് അത് ദോഷമായിട്ട് വരത്തില്ല, നമുക്ക് തന്നെ ദോഷമായിട്ട് വരികയുള്ളൂ. ഞാൻ മലർന്നു കിടന്ന് മേലോട്ട് തുപ്പുന്നത് പോലെയാണ് അതിൻ്റെ അനുഭവമായിരിക്കും ഞാൻ അസൂയ വെച്ചുകൊണ്ടിരുന്നാൽ. ബൈബിൾ പറയുന്നത് അനുഗ്രഹിക്കുക, മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങളും തമ്മിൽ അനുഗ്രഹിക്കുന്നവരാകുക. ഞാൻ റിനുവിനെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എത്ര സന്തോഷമെന്നറിയാമോ സഹോദരങ്ങളെ. നമ്മുടെ പ്രായം പോലും ചെറുതാകും, നമ്മുടെ ശരീരത്തിന് ബലമുണ്ടാകും. നമ്മൾ മറ്റുള്ളവരെ ഒന്ന് അനുഗ്രഹിച്ച്, മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒന്ന് ആഗ്രഹിച്ച്, ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, തീർച്ചയായിട്ടും ദൈവം നമുക്കും നന്മ തരും. ഈ പകൽ നമുക്കൊന്നിച്ച് വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഭവനമില്ലാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ അവിടുന്ന് അവർക്ക് തുറന്നു കൊടുക്കും. കർത്താവേ, ആ ലാൻഡിന്റെ ഡീഡ്, ആ ലാൻഡിന്റെ രജിസ്ട്രേഷന്, വാങ്ങല്, കൊടുക്കല് എല്ലാം അവർ പ്രതീക്ഷിക്കുന്നതിലും നല്ല നിലയിൽ നടക്കട്ടെ. തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണം.
യേശുവിൻ നാമത്തിൽ പിതാവേ. മകൻ തോമസ് എബ്രഹാം 7 വർഷമായിട്ട് മക്കളെല്ലാം ശോശ മറ്റിയസ് പെരുമ്പട്ടിയിൽ നിന്ന്, റാന്നി പെരുമ്പട്ടിയിൽ നിന്ന് നമ്മോട് ഇവിടെ വന്നു. ഇന്നലെ രാവിലെ ഈ സ്റ്റുഡിയോയിൽ ആരാധനയ്ക്ക് വന്ന ഒരു മാന്യ മാതാവാണ്. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, തോമസ് എബ്രഹാമിന്റെ കുടുംബത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 7 വർഷമായി വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ അത്ഭുതകരം ഇപ്പോൾ അവർക്ക് വേണ്ടി അവിടുന്ന് നീട്ടും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറ അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. വർഗീസ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മിസ് അമ്മുക്കുട്ടി ഡാളസിൽ നിന്ന് ഇന്നലെ ടെലിഫോണിൽ ഇവിടെ വന്നിരുന്നു, വിളിച്ച് വിവരം പറഞ്ഞു. സർജറി കഴിഞ്ഞു, നടക്കാൻ കഴിയുന്നില്ല, ശരീരം മുഴുവൻ ബലക്കുറവ്. എന്താണ് സർജറി, എന്തുകൊണ്ടാണ് സർജറി എന്നത് വിളിച്ചു പറഞ്ഞില്ല. ഓർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. ഒരു കാര്യം നമുക്കറിയാം, ലോകത്തിന് അനേക രാജ്യങ്ങളിലുള്ള നൂറുകണക്കിന് ആളുകൾക്ക് പ്രാർത്ഥനാ കേരളം നമ്മളൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും അവരുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളൊന്ന് തുറന്നു വെക്കുവാനും ഒരു വഴിയായി ദൈവം എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാ കേരളത്തിലെ എല്ലാ മാന്യമിത്രങ്ങൾക്കും സഹോദരങ്ങൾക്കും കർത്താവിന്റെ ദാസ്യദാസന്മാർക്ക് വിവിധ സഭകളിൽ നിന്നുള്ള ദൈവമക്കൾക്ക് കർത്താവിന്റെ ദാസന്മാർക്ക് ഞങ്ങൾ ഹൃദയമായി നന്ദി പറയും. നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ട്രീറ്റ്മെന്റിന് ശേഷം എഴുന്നേറ്റ് നടക്കുവാൻ ബലമില്ലാത്ത അവസ്ഥയിൽ ക്ലേശിക്കുന്ന കർത്താവേ വർഗീസ് തോമസ് എന്ന അമാന്യ സഹോദരനാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. മാവേലിക്കരയിൽ നിന്ന് സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഡിഗ്രിക്ക് അഡ്മിഷൻ അടുത്തുള്ള കോളേജിൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നീ മാനിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു. കൈയുടെ കുഴയ്ക്ക് വേദന, പൂർണ്ണ സൗഖ്യം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വേദനകൾ പൂർണ്ണമായി മാറിപ്പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായ ദൈവത്തെ സ്തുതിപ്പാനിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. കാലടിയിൽ നിന്നും പ്രസന്ന എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഉറക്കക്കുറവ്, ഷുഗർ ഇവയാൽ ഭാരപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ ആ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യത്താൽ നിറച്ചാട്ട് കർത്താവേ, എല്ലാ ശാരീരികമായ പ്രയാസങ്ങളിൽ വിടുതൽ നൽകി കർത്താവേ, നിന്റെ മകളിൽ വഴിയെടുത്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ഒരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. ബിസിനസ് വർദ്ധിക്കണം. 5 വർഷമായി മകന് മക്കളില്ല. സാമ്പത്തിക ഭാരം മാറണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു കൊടുക്കുന്ന ദൈവശക്തി വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പൈതലിനെ അനുഗ്രഹിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. യുഎസിൽ നിന്ന് സാറാമ ജോൺ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന മകൻ ജോബിക്ക് വീട് വാങ്ങുന്നതിന്റെ തടസ്സങ്ങൾ മാറണം. അനുജത്തി അമ്മിണി കുടുംബ സമാധാനം ലഭിക്കണം. മകൾ സാറയുടെ രോഗം മുഴുവനും ദേഹം മുഴുവനും ചൊറിച്ചിലാൽ ഭാരപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വിഷയങ്ങളെ നിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം കർത്താവെ ജീവിതങ്ങളിൽ നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബ ഭാരങ്ങളിൽ നിന്നെല്ലാം കർത്താവെ അവർക്ക് വേണ്ട വിടുതലുകൾ നൽകി കർത്താവരെ പുനരുദ്ധീകരണം നൽകുന്ന ദൈവമാകിയതിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ഇന്ദിര തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ഹരി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് എക്സാം കഴിഞ്ഞു. നല്ല വിജയം കിട്ടണം. ദേഷ്യ സ്വഭാവം മാറണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, നിന്റെ കരം അവന്റെ മേൽ ഇറങ്ങുവാനിടയാകട്ടെ. ദുഷ്ട സ്വഭാവം വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹത്താൽ അവന്റെ ഹൃദയം നിറയുവാനിടയാകട്ടെ. നല്ല വിജയം കൊടുത്തവനെ മാനിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തില് പ്രധാനമായിട്ടും എഞ്ചിനീയറിംഗ് പ്രവേശനം ആൽബിന് 1ാം സ്ഥാനം എന്നുള്ളൊരു വാർത്ത മനോരമയുടെ ഫ്രണ്ട് പേജിലുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസും അത് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോയ്സ് ഗെറ്റ് ടോപ്പ് റാങ്ക്സ് ഇൻ കേരള എഞ്ചിനീയറിംഗ് എക്സാം എൻട്രൻസ്. ഇന്ന് 88,169 പേര് റാങ്ക് പട്ടികയിൽ ഉള്ളതായിട്ട് വന്നിട്ടുണ്ട്. ആദ്യ 100 റാങ്കുകാരിൽ 93 പേരും ആൺകുട്ടികളാണ് എന്ന് ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻട്രൻസ് എക്സാമിന്റെ സമയം അതിന് മുമ്പായിട്ട് പ്രാർത്ഥന കേരളത്തിൽ 100 കണക്കിന് കുട്ടികളുടെ വിവരങ്ങൾ ആ വിദ്യാർത്ഥികളും അവരുടെ പേരൻസും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനാ കേരളം വിജയികളും റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ കഴിയാതിരിക്കുന്നവരുമായ ഓരോ വിദ്യാർത്ഥിയെയും ഞങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ശുഭമായ ഭാവി യേശുവിലുള്ളത് കൊണ്ട്
ആ യേശുവിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുക. ഓരോരുത്തരെയും ദൈവം ഉയർത്തട്ടെ, മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി വിജയികളായ റാങ്ക് ലിസ്റ്റിൽ പേരുകൾ വന്ന അല്ലാത്തവരുമായ വിദ്യാർത്ഥിനികളെ നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാം. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ അവരെ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. യേശുവിന്റെ സ്നേഹത്താൽ അവിടുന്ന് കടന്നു പിടിക്കപ്പെടട്ടെ. അവരുടെ ഭാവി ധന്യമാകട്ടെ. രാജ്യത്തിന് അനുഗ്രഹമുള്ളവരായി അവർ മുതിർന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ആൻസി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. റാന്നിയിലുള്ള കസിൻ പ്രദീപ് ആക്സിഡന്റ് മൂലം പ്രയാസപ്പെടുന്നു. കൈക്ക് പൊട്ടലുണ്ട്, തലയ്ക്ക് പരുക്ക്. കർത്താവേ, ആ പ്രദീപിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചാട്ട് പറ്റ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ആ കൈക്ക് പൊട്ടലുണ്ടല്ലോ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എത്രയും വേദന കർത്താവേ, ഒടിഞ്ഞ അസ്ഥികൾ കർത്താവേ യോജിക്കട്ടെ പറ്റ. ഹല്ലേലൂയ, എല്ലാ ശരീരവേദനകളും മാറട്ടെ. മുറിവുകൾ എത്രയും വേഗം കരിയട്ടെ പറ്റ. ഒരു പൂർണ്ണ സൗഖ്യം എത്രയും വേഗം കൊടുത്താട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് ഷൈനി വിളിച്ചിരിക്കുന്ന മകൻ സിദ്ധാർത്ഥന് ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ എക്സാം നടക്കുന്നത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് സിദ്ധാർത്ഥന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ അങ്ങ് കൂടെ ഇരിക്കണം, നന്നായി എഴുതുവാൻ അങ്ങ് സഹായിക്കണം. ഉന്നത വിജയം അവന് ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മോഹൻ വെള്ളനാട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വൈഫ് ലീല വീണ് പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കുകയാണ്. വീട് പണി പ്രത്യേകം പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ആ മകളെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വേദനകളെല്ലാം മാറട്ടെ പച്ച. ആ പോട്ടൽ കർത്താവേ, എത്രയും വേദന കർത്താവേ സുഖം പ്രാപിക്കട്ടെ. ആ വീട് പണി എത്രയും വേഗം തീരുവാൻ അങ്ങേക്ക് കൃപയുണ്ടാകണം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കാട്ടാക്കടന്ന് രമണി വിളിച്ചിരിക്കുന്നു. പാപ്പയ്ക്ക് ക്യാൻസർ ആണ്. മകൾക്ക് അഡ്മിഷൻ ലഭിക്കണം, അനുസരണശീലം ഉണ്ടാകണം. രമണിക്ക് നല്ലൊരു ജോലി ലഭിക്കണം. കർത്താവ്, ഞങ്ങൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ അയക്കുന്ന പിതാവിന്റെ മേൽ പരിപൂർണമായി സൗഖ്യം ഉണ്ടാകട്ടെ. മകൾക്ക് നല്ല അഡ്മിഷൻ ലഭിക്കണം. കർത്താവ്, അനുസരണമുള്ള കുഞ്ഞുങ്ങളെ വളരുവാൻ കൃപ കൊടുക്കണം. രമണി അനുഗ്രഹിച്ച് നല്ലൊരു ജോലി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഓമന 12 നിന്ന് വിളിച്ചിരിക്കുന്നു. പനിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവെ, ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പനിയുടെ അസ്വസ്ഥത യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ തന്നെ ഒരു പൂർണ്ണ സൗഖ്യം ശരീരത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ബുധനൂരിൽ അറിയാമോ വിളിച്ചിരിക്കുന്ന ചേട്ടത്തിയുടെ കൊച്ചുമോൾ പനിയായിട്ട് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് പ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം ആ കുഞ്ഞിന്റെ മേലെ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കും. പൂർണ്ണമായി അങ്ങ് വിടുവിച്ചാട്ടെ, സൗഖ്യമാക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. മനോരമയുടെ 13ാമത്തെ പേജില് കനത്ത മഴ നിമിത്തം 2 മരണം കൂടി. ധാരാളം സ്ഥലങ്ങളിൽ ഇന്നലെ പല സ്ഥലങ്ങളിൽ മഴയുടെ പ്രയാസം നേരിടുന്ന മേഖലകളിലൂടെ പോകാൻ ഞങ്ങൾക്കിടയായി. ധാരാളം ആളുകൾ വളരെ പ്രയാസം നേരിടുന്നുണ്ട്. Thousands evacuated from flood hit states. Indian Expressന്റെ 7th പേജിൽ വന്നിരിക്കുന്ന വാർത്ത. Fresh rain havoc in North India. Death toll rises to 131 with Haryana, Uttarakhand, Uttar Pradesh reeling under floods caused by incessant rain. The army and air force evacuated thousands of people in these states on Tuesday. ചൊവ്വാഴ്ച ധാരാളം ആളുകളെ നമ്മുടെ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും ഒക്കെ ചേർന്ന് അവരെ ഈ പ്രളയ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. 131 പേര് മരിച്ചതായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുണ്ട്. കേരളത്തിൽ 2 മരണം ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കാറ്റിനെയും കടലിനെയും അടക്കിയ കർത്താവ്, അതേ യേശുവിൻ്റെ അധികാരം നമുക്ക് തന്നിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നോട് ചേർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കാലാവസ്ഥയുടെ മേൽ ഞങ്ങൾ അധികാരം ഏറ്റെടുത്ത് യേശുവിൻ്റെ നാമത്തിൽ കാറ്റിനോട് നിൽക്കുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ. ജീവന് അപകടകരമായ എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്ത് ജനജീവിതം സുഗമമായി തീരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിലാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. ക്ലേശങ്ങളിലൂടെ പോകുന്നവരെ അവിടുന്ന് ഉദ്ധരിക്കും കർത്താവേ. യേശുവിൻ നാമത്തിൽ പിതാവേ. വിളിച്ചിരിക്കുന്നു. മകൻ ബികോം എക്സാം ആണ്. മിനിക്ക് ജോലി സംബന്ധമായ ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ പൈതലിനെ നന്നായി പരീക്ഷ എഴുതുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമാവിനെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ് എത്രയും വേഗം തന്റെ മകൾക്ക് ലഭിക്കാനും ജോലിക്ക് യാതൊരു തടസ്സവും കൂടാതെ പ്രവർത്തിപ്പാനും ഇടയാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കൊല്ലത്ത് നിന്ന് മേരിക്കുട്ടി എന്ന മാതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മകൻ ടോണി ജേക്കബിന് വെള്ളിയാഴ്ച നഴ്സിംഗിന് വേണ്ടി ഇന്റർവ്യൂ ഉണ്ട്. ഭാഷ പ്രശ്നമാണ്.
ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക പരിജ്ഞാനത്തിൽ ആ മകനെ നിറച്ചാട്ട് കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇന്റർവ്യൂ പാസ്സാവാതൊക്കെ ഒരു മകനെ നീ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാന്തമ്മ മണർകാട്ടെന്ന് വിളിച്ചിരിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ തന്നെ മകളെ നിറച്ച് പുതുവർഷം അനുഗ്രഹത്തിന് പാതയെ തുറന്നു കൊടുത്ത് അഭിവൃദ്ധിയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് കൊച്ചുമകൻ ജോയ്സിന് ജന്മന തൈറോയിഡിനാൽ ഭാരപ്പെടുന്നു. 2 അവയവങ്ങൾ സ്കാനിന് മുമ്പ് വളരണം. യേശുവിന്റെ നാമത്തിൽ ആ മകനെ പ്രാർത്ഥിക്കുന്നു. ദൈവിക കരാമകനോട് കൂടെ ഇരിക്കുമരണമേ. കർത്താവേ, പൂർണ്ണ സൗഖ്യ ശരീരത്തിൽ ഉണ്ടാവട്ടെ. നോർമലായി വളരേണ്ട അവയവങ്ങളെല്ലാം വളർന്നു വരുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. അജിത ബാലരാമപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ഗൾഫിൽ ജോലി കിട്ടണം, സ്വന്തം ഭവനം വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തി വെളിപ്പെടുവാനിടയാകട്ടെ. വഴിയും വാതിലുമായി യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തൃശ്ശൂരിൽ നിന്ന് തുളസി വിളിച്ചിരിക്കുന്നു. ബ്രദറിന്റെ മകൻ ഇന്ന് 24 തികയുന്നു. അതുപോലെ നല്ലൊരു ജോലി ആ മകന്. കൊച്ചുമകൾ ഭദ്രയ്ക്ക് പനി കുറയാൻ കഴിയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയാൽ കർത്താവ് ജീവിതങ്ങളെ പൊതിയുമാറണമേ. കർത്താവെ, ആ മകനായി പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തെ കഥ പുതിയ കൃപകളോടെ ആയിരിക്കാൻ തൊക്കണം. മകനെ ഇടയാക്കുമരണമേ. നല്ലൊരു ജോലി അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. മകൻ രാജലിംഗം രാജേഷ് 18 വയസ്സ്, ഷുഗർ കൂടുതലായിട്ട് വളരെയധികമായ ക്ലേശത്തിലൂടെ പോകുന്നു. പഠനത്തിന് തീരെ താല്പര്യമില്ല. ബിസിനസ് വളരെ മോശം. ഇന്നലെ രാവിലെ അദ്ദേഹത്തിൻ്റെ ടെലഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഈ പ്രേയിങ് കേരളയെക്കുറിച്ച് അദ്ദേഹം ഈ ടെലിവിഷനിൽ ഈ ടെലിവിഷനിൽ ഈ പ്രോഗ്രാം കാണുന്ന ആളല്ല. ആരോ ഒരു വ്യക്തി ഈ പ്രോഗ്രാം ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ആരോ നമ്പർ കൊടുത്തിട്ടാണ് ഈ മിസ്റ്റർ മുത്തുലിംഗം എന്നു പേരുള്ള ഈ മാന്യ അദ്ദേഹം നമ്മെ വിളിച്ചത്. അതിഭയങ്കരമായ ക്ലേശത്തിലൂടെ പോകുന്ന വിലപിക്കുന്ന ഒരു പിതാവിൻ്റെ രോദനമാണ് നമ്മൾ കേൾക്കുന്നത്. പ്രാർത്ഥന കേരളത്തിൽ എല്ലാ പ്രിയമുള്ളവരും ചേർന്ന് പ്രാർത്ഥിച്ച് 18 വയസ്സുള്ളതായ ഒരു യുവാവ് ബ്ലഡ് ഷുഗർ കൂടുതലായിട്ട് വിഷമിക്കുന്നു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ധാരാളം 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 ആളുകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ബ്ലഡ് ഷുഗറിന് ആധിക്യത്താൽ പ്രയാസപ്പെടുന്നുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും ഒരു നോർമൽസി കർത്താവ് നൽകേണ്ടതിന് പ്രാർത്ഥിക്കാം. സൃഷ്ടിതാവാം യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ, ഈ പ്രിയ രാജേഷിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലായിടത്തും നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. ബിസിനസ്സിലൊരു വളർച്ച അവിടുന്ന് നൽകിയാട്ട് വരുമാനത്തിൽ ഉയർച്ച നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000 വിഷയങ്ങൾ 12,000 കവിയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് സ്ക്രീനിൽ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. നമുക്കൊന്നിച്ച് 2 കരങ്ങളും ആ സ്ക്രീനിലേക്ക് വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതകരം, അങ്ങയുടെ അത്ഭുതകരം യേശുവേ, അങ്ങയുടെ അത്ഭുതകരം അഭിഷേകം മുഖത്ത് തകർക്കുന്നതാകയാൽ ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ക്ലേശങ്ങൾ മാറട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകട്ടെ. ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത്ഭുത മന്ത്രിയായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പകൽ സമയത്ത് തീർച്ചയായിട്ടും താങ്കൾക്ക് പ്രാർത്ഥന കേരളത്തിൻ്റെ ഓഫീസിൽ വന്ന് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരവസരമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവമക്കൾ, ദൈവദാസന്മാർ, കർത്താവിൻ്റെ വേലയിൽ ദീർഘവർഷങ്ങളായ ശുശ്രൂഷയിലായിരിക്കുന്നവർ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പകൽ സമയങ്ങൾ സന്മനസ് കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കളെ ഞങ്ങൾ അതിനായി ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷ താങ്കൾക്ക് വേണ്ടി ദൈവനാമത്തിൽ ഞങ്ങൾ തുറന്നു തരുന്നു. വരുക, നമുക്കൊന്നിച്ച് ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി, ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, രാജ്യത്തിന്റെ വിടുതലിനായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാം. ദൈവം നമ്മെ ഈ തലമുറയിൽ കാവൽക്കാരായിട്ടല്ലോ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്.
റൂബി തോമസ് ഏറ്റുമാനിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, മകന് ജോലി ലഭിക്കണം, 2 വർഷമായി മക്കളില്ല. കർത്താവെ, മകനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ടെ കർത്താവെ. ഹല്ലേലൂയ. അവർ മക്കളില്ലെന്ന് അറിയുന്നു കർത്താവെ. യേശുവിന്റെ കരം നിന്റെ മകളുടെ മേൽ നിന്ന് വെച്ചാട്ട പജ. ഹല്ലേലൂയ. ഒരു തലമുറയെ കൊടുത്ത് നീ അവരെ അനുഗ്രഹിച്ചാട്ടെ. ആ കുടുംബത്തെ യേശുവിന്റെ നാമം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. സരോജിനെ വിളിച്ച് ശ്വാസം മുട്ടലിനാൽ ദേഹം വേദനയാൽ ഭാരപ്പെടുന്നു പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം മാതാവിന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, അങ്ങ് പൂർണ്ണമായും വിടുവിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സരാജൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു, അനുജത്ത് ജയക്ക് ക്യാൻസർ ആണ്. പ്രിയങ്കരൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട്. വീണ്ടും പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു കർത്താവെ. ആ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു പൂർണ്ണ സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുന്നു. അതിപ്പോൾ തന്നെ എന്റെ മകളുടെ ശരീരത്ത് വ്യാപരിക്കട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് ഉച്ച വിളിച്ചിരിക്കുന്നു, വണ്ടി ഓടിക്കുവാനുള്ള ധൈര്യമില്ല, പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് പ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണം കർത്താവ്. വാഹനത്തെ അങ്ങ് നിയന്ത്രിക്കണം, പൂർണ്ണ ബലത്തോട് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സൂസൻ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, മകന്റെ കുട്ടിക്ക് മൂക്കിൽ ദശ വളരുന്നു, മകന് പനി, മകളുടെ മകന് പഠനം നന്നാണ് കർത്താവെ. ആ മകളെ അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മൂക്കിൽ ദശ വളരുന്നില്ല കർത്താവെ. കർത്താവ്, ഒരു കുഴപ്പവും കൂടാതെ വേണം കർത്താവെ. ആ മകനെ അങ്ങ് പരിപാലിച്ചാട്ട്. ആ പനിയെ ഭാരപ്പെടുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്താട്ട് കർത്താവെ. പഠനത്തിൽ കർത്താവെ, ആ മകൻ കർത്താവെ അപ്പിടിച്ച് കർത്താവെ അവൻ ഉയർച്ചയിലേക്ക് വരട്ടെ. ആ കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ഗസിയെ വിളിച്ചേക്കുന്ന തൈറോയിഡ് മാറണം, മക്കൾ അനുഗ്രഹിക്കണം, വീട് പണി പൂർത്തീകരിക്കപ്പെടണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് പ്രിയ സഹോദരി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൂർണ്ണമായ സൗഖ്യം പ്രിയ സഹോദരിയുടെ മേൽ ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, കുടുംബത്തിലെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വീട് പണി പൂർത്തീകരിക്കാൻ തക്കണം അങ്ങനെ കൃപ കൂടിയിരുന്നാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥിച്ചപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറുന്നു. ഇന്നലെ പ്രാർത്ഥന കേരളത്തിലെ പാസ്റ്റർ ജെക്സിയുടെ മെസ്സേജ് വളരെ ഇഷ്ടപ്പെട്ടു. ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നു. എത്ര സന്തോഷമാ ഒരു ജീവിതം, അവരുടെ ജീവിതത്തില് ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നത്. ദൈവനാമത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന കേരളം എപ്പോഴും ജീവിതങ്ങൾക്ക് അനുഗ്രഹമാണെന്നുള്ള വർത്തമാനങ്ങൾ ഇവിടെ ഞങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഹാർട്ട് പ്രോബ്ലം ആയിരുന്നു, പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. യേശു പ്രാർത്ഥനകൾ കേട്ട് അത്ഭുതകരമായ സൗഖ്യം നൽകിയെന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ തിരുവല്ലയിൽ നിന്നാണ് നമ്മോട് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിന് ഞാനും എല്ലാവരോടും ചേർന്ന് നന്ദി പറയുന്നു. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പറഞ്ഞാ സാറേ. 5 ദിവസമായി ചെസ്റ്റ് പെയിൻ ആണ്, വെള്ളം കെട്ടുന്നു, വീടിൻ്റെ പണി മുടങ്ങി. പ്രേയിങ് കേരള മുടങ്ങിക്കിടന്നപ്പോഴാണ് പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞത്. ഇന്ന് അതിൻ്റെ കതക് വയ്ക്കുന്നു. പ്രാർത്ഥിച്ചതിന് നന്ദി. മുടങ്ങിക്കിടന്നത് കതക് വെക്കുന്ന ലെവലിൽ എത്തിച്ചെങ്കിൽ അതിനകത്ത് മിസ്റ്റർ റോബിൻസൺ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാർക്കും. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. വീടിൻ്റെ പണി തുടങ്ങി മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴത്തെ ഈ മഴ കൊണ്ടല്ല, പകരം വിവിധ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്ന പണികൾ, കെട്ടിടത്തിൻ്റെ പണികൾ, ഓഫീസ് ബിൽഡിങ്ങുകൾ, മറ്റ് വരുമാന മാർഗം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളതായ ബിസിനസ് കോംപ്ലക്സസ് ആകട്ടെ, വാട്ട് എവർ ഇറ്റ് ബി, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്തുള്ള ധാരാളം ആളുകൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് അവരുടെ മുടങ്ങിക്കിടക്കുന്ന പ്രോജക്ട്സുകൾ പല ഇതും വിറ്റുപോകുന്നില്ല. അങ്ങനെ വളരെയധികമായി ക്ലേശത്തിലൂടെ പോകുന്ന ധാരാളം പേര് ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ബിസിനസ് ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ ഒരു വലിയ ഉണർവുണ്ടാകട്ടെ. കർത്താവെ, ഒരു ഉയർച്ച ഉണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളുടെ ചരിത്രം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, വീടിൻ്റെ പണി തുടങ്ങി, ഓഫീസ് ബിൽഡിങ്ങുകളുടെ പണി തുടങ്ങി, അത് മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് മാറേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്കൊരു ടെലിഫോൺ ഉണ്ട്. ഹലോ 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 സാറേ, എന്റെ മകനെ
ഡിഗ്രി കഴിഞ്ഞാണ്. അവന് ജോലിക്ക് ഒരു താല്പര്യമില്ല. ഒന്ന് പ്രാർത്ഥിക്കണേ. ആ, സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ ജസ്റ്റിൻ വർഗീസ് എന്നാ അവന്റെ പേര്. ജസ്റ്റിൻ വർഗീസ്. ആ, എവിടുന്ന് സാർ വിളിക്കുന്നേ? കുറ്റപ്പുഴന്ന്. കുറ്റപ്പുഴ, തിരുവല്ല. കുറ്റപ്പുഴ കുറ്റപ്പുഴ, തിരുവല്ല. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഗീവർഗീസ് രാജൻ. ഗീവർഗീസ് അല്ലെങ്കിൽ ഗീവർഗീസ് രാജൻ. ആ, തീർച്ചയായിട്ടും മിസ്റ്റർ രാജൻ ടെലഫോണിൽ വന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് പ്രേയിങ് കേരളയിലെ 10,000-കണക്കിന് ദൈവത്തിന് മക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നമുക്ക് ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതുപോലെ ധാരാളം യൗവനക്കാർ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഫ്രഷേഴ്സ് ആയിരിക്കുന്നവർക്ക് എവിടെ ചെന്നാലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് യൗവനക്കാർ ധാരാളം ആളുകൾ വിഷമിക്കുന്നുണ്ട്. നമുക്കിന്ന് പകൽ പ്രാർത്ഥിക്കാം. ഈ മകന് ഡിഗ്രി കഴിഞ്ഞ് അവന് ജോലി ചെയ്യാൻ മനസ്സില്ല, മടി ബേസിക്കലി മാറ്റി മതിയാകുള്ളൂ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രയാസപ്പെടുന്ന പിതാവിനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ആ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജസ്റ്റിനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഊർജ്ജസ്വലതയും ദൈവിക ശേഷിയും അവിടുന്ന് അവനെ നൽകണമേ. കർത്താവെ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്ന ഓരോരുത്തർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വഴികൾ അവിടുന്ന് അവർക്ക് വേണ്ടി തുറന്നു നൽകുക. യേശുവിൻ നാമത്തിൽ, പ്രിയ പിതാവേ. മഞ്ജു കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 2 വർഷമായി കാലിന്റെ പാദത്തിൽ അടി പഴുതു പൊട്ടുന്നു, നടക്കുവാൻ പ്രയാസം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ത് തന്നെ ഭാരമായാലും ഇപ്പോൾ തന്നെ അതിൽ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഇവിടെ വെളിപ്പെടട്ടെ. എന്റെ മകൾ പ്രയാസം കൂടാതെ നടക്കുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. നെട്ടയത്ത് നിന്ന് ജോൺസൺ എന്ന ബ്രദർ വിളിച്ചിരിക്കുന്നു. കാലിന് മുറിവുണ്ട്, സുഖമാകുന്നില്ല. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മ ആ ജീവിതത്തിന്മേൽ അനുഭവിക്കുന്നതൊക്കെ ഇടയാകട്ടെ. പൂർണ്ണ സൗഖ്യം ആ കാലിന്മേൽ ഉണ്ടാവട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. ആനി തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ബികോം എക്സാം ഇന്ന് തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ നന്നായി എഴുതുവാൻ ദൈവിക പരിജ്ഞാനത്താൽ പൈതലിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരം തൈക്കാട് നിന്ന് ഓമനെ വിളിച്ചിരിക്കുന്നു. ജോലി സംബന്ധമായ കേസിന്റെ വിധി ഇന്ന് അനുകൂലമാകണം. അതുപോലെ കൈകൾക്കും കാലുകൾക്കും ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ വിടുതൽ അനുഭവിക്കട്ടെ. അതുപോലെ തന്നെ ആ കേസിന്റെ വിധി അനുകൂലമായി ലഭിക്കുമെന്ന് കോണം. നീതിയോട് ന്യായം വിധിക്കും ദൈവമാക്കിയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ഹസ്ബൻഡ് മദ്യപാനം മാറണം, ആധാരത്തിലെ പ്രശ്നങ്ങൾ മാറണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകന്റെ മദ്യപാനത്തിന്റെ ആസക്തികൾ ശരീരാത്മദേഹത്തിന് പുറത്തു പോകട്ടെ. പൂർണ്ണ ബലത്തോടെ ദൈവത്തെ സ്തുതിപ്പാനിടയാക്കണം. അവരുടെ ആധാരത്തിന്റെ സകല പ്രശ്നത്തിന് മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ ആഗ്രഹിപ്പാനിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. തൃശ്ശൂരിൽ നിന്ന് തുളസി വിളിച്ചിരിക്കുന്നു. അമ്മ ദേവിക്ക് BP ഷുഗറിനാൽ ഭാരപ്പെടുന്നു. അതുപോലെ മരുമകൻ സജീവൻ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി 50,000 രൂപ നൽകി, എന്നിട്ടും ജോലി ലഭിച്ചില്ല. അതുപോലെ പൈസയും തിരികെ ലഭിച്ചിട്ടില്ല ഇതുവരെ. തുളസിക്ക് ഉറക്കക്കുറവുണ്ട്, അരയ്ക്ക് താഴെ ഭയങ്കരമായ വേദനകൾ ഭാരപ്പെടുന്നു. യേശുവെ, ഈ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവിക കൃപയാൽ ജീവിതങ്ങൾ വഴി നടത്തുമാറണമേ. കർത്താവരുടെ നന്മകളുടെ കർത്താവെ മുടങ്ങിക്കിടക്കുന്ന എല്ലാം അവർക്ക് തിരികെ ലഭിക്കുമെന്നൊക്കെ കൊണ്ട് ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ജോയിയുടെ പെങ്ങളുടെ മകൾ ജിൻസ, 25 വയസ്സ്, ഇന്ന് 11 മണിക്ക് ഡിസ്കിന് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞ് കോട്ടയം മാങ്ങാനത്തുനിന്ന് ലിസി ജോയ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ധാരാളം ആളുകൾ ചികിത്സാ സംബന്ധമായ കാരണങ്ങളാൽ ആശുപത്രിയിലായിട്ടുണ്ട്. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും മേൽ കർത്താവിൻ്റെ കരം വയ്ക്കേണ്ടതിന് ധാരാളം ആളുകൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് സ്പീഡ് റിക്കവറി, വേഗത്തിൽ സൗഖ്യം അവിടെ നൽകേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യങ്ങൾ ആ ജീവിതങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. കർത്താവേ, പ്രത്യേകിച്ച് ജിൻസയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ആ മകൾക്കുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ബൈബിൾ നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 1:37. യേശുവിനാൽ സകലതും സാധ്യം. സൂസൻ ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് 2 മാസത്തിലധികമായി തൊണ്ടയിൽ ഒരു ബ്ലോക്ക് പോലെ ഉണ്ടായിരുന്നു. വളരെയധികം ആ വിഷയത്തിൽ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഞാനും ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി വലിയ മാറ്റങ്ങൾ അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫാമിലി പ്രോബ്ലം ആയിരുന്നു.
കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു, സാമ്പത്തിക വെല്ലുവിളികളുണ്ട്, ജോലിയിൽ വെല്ലുവിളികളുണ്ട്. ഒരു MNCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. ഈ പേര് പറയണ്ട എന്നെഴുതിയിട്ടുള്ളത് കൊണ്ട് പേര് പറയാതിരിക്കുന്നത്. ഉറക്കക്കുറവിനാൽ വളരെയധികമായി വിഷമിച്ചിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനാ കേരളത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ച വേളയിൽ യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. ഇപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉറക്കം കൂടിയെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു, ഭയമുണ്ടായിരുന്നു, അതെല്ലാം മാറി. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇവിടെ വിളിച്ചു പറയുന്ന ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ, പ്രത്യേകിച്ച് യൗവനക്കാര് 15 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള ധാരാളം ആളുകൾ ഉത്കണ്ഠ, ഡിപ്രഷൻ ആൻഡ് മെൻ്റൽ ഡിസീസസിനാൽ അവർ വിഷമിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥനാ കേരളത്തിൽ എന്നോട് ചേർന്ന് ദൈവത്തിൻ്റെ മക്കൾ ചേർന്ന് പ്രാർത്ഥിച്ച് വെറുതെ മരുന്ന് കഴിച്ച് അവസാനിപ്പിക്കാനുള്ളൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം. യേശുവിൻ്റെ കരങ്ങളിലേക്ക് എന്നോട് ചേർന്ന് ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായ സൗഖ്യം, മാനസികമായ ക്ലേശങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ, ഭയം, ഒന്നിനും ഒരു വിശ്വാസമില്ലായ്മ, എല്ലായിടത്തും പരാജയഭീതി, ആന്തരിക ബാഹ്യ അവയവങ്ങളെ ബാധിക്കുന്ന നിലയിൽ ഉള്ളതായ സകലവിധ കെടുതികൾ, തന്നെത്താൻ ഉപദ്രവിക്കുന്ന അവസ്ഥകൾ, തലഭിത്തിയോട് ഇടിക്കുന്ന അവസ്ഥകൾ, മുടി വലിച്ചു പറിക്കുന്നത് എല്ലാം യേശുവിന്റെ നാമത്തിൽ, ആ പൈശാചിക ആധിപത്യങ്ങൾ മുഴുവൻ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ എന്നേക്കുമായി വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം, വിടുതലും ഞങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ ക്ലേശങ്ങൾ അത് മാറട്ടെ, ഉയർന്ന നിലവാരത്തിൽ അവിടുന്ന് എത്തിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ. സുസമ നെടുമങ്ങാട് നിന്ന് വിളിച്ചിരിക്കുന്നു. 6 ലക്ഷം രൂപ കടമുണ്ട്. മൂത്ത മകളുടെ വിവാഹം നടക്കണം, രണ്ടാമത്തെ മകളുടെ പഠനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ആ കുടുംബത്തെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല കടഭാരങ്ങളും മാറട്ടെ, സാമ്പത്തികത്തിന്റെ പുതുവഴികൾ തുറക്കട്ടെ. കർത്താവേ, ആ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ലൊരു വിവാഹം നിന്റെ മകൾക്ക് നടക്കട്ടെ. കർത്താവേ, അയാളെ മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പഠനത്തിൽ അവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കടകടന്ന് ഷീബ വിളിച്ചിരിക്കുന്നത് മകന്റെ പഠനം ഉയർന്നു വരണം, മകൾക്ക് ബുദ്ധി കുറവാണ്, സാമ്പത്തികമായി ഞെരുക്കം മാറണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞുങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ട വിഷയം ഞങ്ങൾ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്താൽ നിറപ്പെട്ടവളും ബുദ്ധിമണ്ഡലങ്ങൾ തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മാറ്റം യേശുവിൻ നാമത്തിൽ തന്നെ. ഷീജ കള്ളിക്കാട് നിന്ന് വിളിച്ചിരിക്കുന്ന മകൻ അഭിന് വയറുവേദനയാണ്. ജോലിക്കായി 50,000 രൂപ കൊടുത്തു, ജോലി ഇതുവരെ ലഭിച്ചിട്ടില്ല. കർത്താവ്, ആ മകനെ കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വയറുവേദന യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ്, മകൻ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു, ഒരു നല്ല ജോലി കൊടുത്തു നീ അവനെ മാനിച്ചാട്ട്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. മേര് വിളിച്ചിരിക്കുന്ന മകൾ മിനിക്ക് മാനസികമായ പ്രയാസങ്ങളുണ്ട്. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് നമ്മൾ മിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായ ഒരു വിടുതൽ അവിടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളെയും അങ്ങ് നിയന്ത്രിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഷീല ചെമ്പൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സന്ദീപ് എന്ന വ്യക്തിക്ക് ഇന്ന് രാവിലെ 8 മണിക്ക് PSCയുടെ ടെസ്റ്റ് ഉണ്ട്, പ്രാർത്ഥിക്കണം. കർത്താവെ, പ്രത്യേക മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ മകൻ PSC ടെസ്റ്റിന് കടന്നു പോകുമ്പോൾ കർത്താവെ, ദൈവിക സാന്നിധ്യം നിറച്ചാട്ട് ആ ടെസ്റ്റ് ഒരു നല്ലൊരു വിജയം നീ കൊടുത്താട്ട് അവന്റെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. തൃശ്ശൂരിൽ നിന്ന് ബീന വിളിച്ചിരിക്കുന്ന ദൈവിക പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടണം, മകന് ഖത്തറിൽ ജോലി ലഭിക്കണം, നല്ലൊരു നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് ഖത്തറിൽ നല്ലൊരു വിവാഹം നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നലെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. 1 മണി മുതൽ 11 PM വരെ, 1 PM to 11 PM വരെ 10 മണിക്കൂർ നീണ്ട ഒരു ഓപ്പറേഷന്റെ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വിളിച്ചു പറഞ്ഞിരുന്നു. മിസ്റ്റർ ബേബി തോമസ് തിരുവല്ലയിൽ നിന്ന് ഓപ്പറേഷനുകൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ട്രീറ്റ്മെന്റിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് വേണ്ട ജീവിതത്തിന്റെ വിവിധ ക്ലേശങ്ങളുടെ നടുവിൽ പ്രാർത്ഥന കേരളത്തിലേക്ക് പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചറിയിക്കുവാൻ സന്മനസ് കാട്ടുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നതോടൊപ്പം പ്രാർത്ഥന കേരളത്തിൽ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഇടകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആ വ്യക്തി മിസ്റ്റർ ബേബി തോമസ്, ഇളയ മകന്റെ മദറിലോ, 57 വയസ്സ്, ബാംഗ്ലൂരില് ഹാർട്ടിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്നും അദ്ദേഹം തന്നെ വിളിച്ച ടെലിഫോണിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ സൗഖ്യം ആ പ്രിയ മാതാവിന്റെ മേൽ ഉണ്ടാകട്ടെ. ദൈവകരം കൂടെ ഇരുന്ന് വിടുവിക്കും.
യേശുവിന്റെ നാമത്തിൽ. കൂട്ടുകാരന്റെ മകൾ അനുജ പത്തനംതിട്ടയിൽ നിന്നാണ്. ഈ ടെലിഫോൺ വന്നിരിക്കുന്ന പേര് പറയണ്ട എന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് പേര് പറയാതെ, ലിവർ പ്രോബ്ലം നിമിത്തം എറണാകുളം PVS ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. 7 വർഷം മുമ്പ് അപ്പൻ ആക്സിഡന്റിൽ മരിച്ചതാണ്. എത്ര സങ്കടകരമായ ഒരു സ്ഥിതിയാണ് ആ കുടുംബത്തിലുള്ളത്. എന്നോട് ചേർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ 7 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ലിവർ യേശുവിന്റെ നാമത്തിൽ 100% നോർമൽ ആകട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ ആ മകളുടെ മേൽ ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രാർത്ഥനാ കേരളത്തിൽ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിരുന്നു. യേശു പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായ നിലയിൽ ട്രാൻസ്ഫർ മാത്രമല്ല പ്രൊമോഷനും ലഭിച്ചു. കോട്ടയത്തുള്ള സ്കൂളിൽ തന്നെ ജോലി ലഭിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബമായി ആ കുടുംബം മിസ് ശാന്തമ്മ കോട്ടയത്തു നിന്ന് പ്രേയിങ് കേരളയിലെ എല്ലാവരോടും നന്ദി അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാളെ രാവിലെ വീണ്ടും നമ്മൾ കാണുന്നത് വരെയും ദൈവകൃപയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, തേനിലും തേൻകട്ടയിലും മധുരമേറിയവ തീർച്ചയായിട്ടും എടുത്ത് വായിക്കണം. ദൈവവചനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. 60 ലക്ഷം രൂപ കടം, 35 ലക്ഷം രൂപ ഒരാൾ കബളിപ്പിച്ചു. അതും പലിശയും ചേർത്താണ് 65 ലക്ഷം രൂപ ആയത്. ഇപ്പോൾ ആത്മഹത്യ ചിന്ത മാത്രമാണ് കബളിപ്പിക്കപ്പെട്ട ആളിൽ ഉള്ളത്. ഇത് ട്രിവാൻഡ്രത്തു നിന്ന് പേര് ഞാൻ എടുത്തു പറയുന്നില്ല. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നിന്റെ കരം ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ മറുപടി ആ വിഷയത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. ചാച്ചൻ ICUവിലാണ്, കാരിത്താസ് ഹോസ്പിറ്റലില്. മിസ് മറിയാമ്മ വൈക്കത്തു നിന്ന് നമ്മോട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഹാർട്ടിന് ബ്ലോക്ക്, സാമ്പത്തിക ബുദ്ധിമുട്ട്. പൂജപ്പുരയിൽ നിന്ന് മിസ് രാജമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം രൂപ കടം. ഭർത്താവിന് ജോലിയില്ല. ജെസ്സി ചങ്ങനാശ്ശേരി നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഭർത്താവിന്റെ കാലിന് നീര് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. രാജൻ കുറ്റപ്പുഴ, സ്നേഹിതൻ കുവൈറ്റിൽ മദ്യപാനം മാറണം. മകന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നല്ലൊരു ആലോചന വന്നിരിക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പേരൂർക്കടയിൽ നിന്ന് ലവ്ലി വന്നിട്ടുണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വിഷയങ്ങൾ ഓരോന്നിനു മേലും അങ്ങയുടെ കരം നീട്ടും. ഇപ്പോൾ സൗഖ്യവും വിടുതൽ, ഉയർച്ച ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് നൽകിയതിൽ സന്തോഷത്തോടെ അത് പ്രയോജനപ്പെടുത്തുവാനിടയാകട്ടെ. പ്രേയിങ് കേരളയുടെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. പ്രാർത്ഥനാ പങ്കാളികൾ, സാമ്പത്തിക പങ്കാളികൾ എല്ലാവർക്കും പ്രാർത്ഥനാ കേരളത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി നന്മയും പ്രതിഫലവും നൽകട്ടെ.